1926 സൗത്ത് ആഫ്രിക്കയിലെ തന്നെ ആദ്യത്തെ നാഷണൽ പാർക്കായ ക്രൂഗർ നാഷണൽ പാർക്ക് രൂപീകരിക്കപ്പെടുന്നത്. സ്ഥലവിസ്തൃതി കൊണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പാർക്കുകളിൽ ഒന്നാണ് ഇത്. 2002 അയൽരാജ്യമായ സിംബാബ്വേയിലെയും മൊസാംബിക്കിലെയും പാർക്കുകൾ സംയോജിപ്പിച്ച് ഗ്രേറ്റ് ലിംപോപ്പോ ട്രാൻസ്ഫ്രോണ്ടിയർ പാർക്കിന് രൂപം നൽകിയപ്പോൾ ഇത് കൂടുതൽ ബൃഹത്തായി മാറി. എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ അകലെയുള്ള മലലാനെ ഗേറ്റ് എന്നറിയപ്പെടുന്ന ഈ സന്ദർശന കവാടത്തിലൂടെയാണ് ഞാൻ ക്രൂഗറിലേക്ക് പ്രവേശിക്കുന്നത്. മാൻവർഗത്തിൽപ്പെട്ട കുഡു എന്നുള്ളൊരു മൃഗത്തിനെയാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. 2 തരം കുഡു ആണ് ലോകത്തിലുള്ളത്: ഗ്രേറ്റർ കുഡുവും ലെസർ കുഡുവും. ഗ്രേറ്റർ കുഡു ആണ് സൗത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളിലുള്ളത്. ലെസർ കുഡു കൂടുതലായി ഈസ്റ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് കണ്ടുവരുന്നത്. ഗ്രേറ്റർ കുഡു ആണ് വലിപ്പത്തിൽ മുമ്പനായിട്ടുള്ളത്. ഖോയ് എന്ന ആഫ്രിക്കൻ ഗോത്രവർഗ്ഗക്കാരാണ് ഈ മൃഗത്തിന് കുഡു എന്ന പേര് നൽകിയത്. മാൻ വിഭാഗത്തിൽപ്പെട്ട ആൺകുടുവിന് മാത്രമാണ് കൊമ്പുകൾ വളരുക. 1ാമത്തെ വയസ്സ് മുതലാണ് ഇവയുടെ കൊമ്പുകൾ വളരാൻ തുടങ്ങുക. ഏകദേശം 4 അടിയോളം നീളം വെക്കുന്ന ഈ കൊമ്പുകൾ 2.5 മുതൽ 3 തവണയോളം പിരിഞ്ഞാണ് മുകളിലേക്ക് വളരുക. 6 വർഷം വരെ കൊമ്പുകൾ വളരുന്ന കുടുവിൻ്റെ കാട്ടിലെ ആയുർദൈർഘ്യം 8 വർഷമാണ്. 2 വയസ്സാവുന്ന ഒരു ആൺകുടുവിൻ്റെ കൊമ്പിൽ 1 ചുറ്റാണ് ഉണ്ടാവുക. ആ രീതിയിൽ ഇതിൻ്റെ പ്രായവും നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നതാണ്. ആൺകുടുവിനുള്ള താടി രോമങ്ങളും ഇവയുടെ കണ്ണുകൾക്കിടയിലുള്ള വി ഷേപ്പിലുള്ള ഒരു വെളുത്ത പാടുമൊക്കെ ഇവരെ കൂടുതൽ സുന്ദരന്മാരാക്കുന്നു. ആൺകുടുവിൻ്റെയും പെൺകുടുവിൻ്റെയും ദേഹത്ത് ഇതുപോലെ 4 മുതൽ 12 വെളുത്ത വരകൾ വരെ കാണാറുണ്ട്. പെൺകുടുവിനാകട്ടെ താടി രോമങ്ങളോ കൊമ്പുകളോ ഒന്നും ഉണ്ടാവുകയില്ല. ജനനശേഷം ആദ്യത്തെ 6 മാസക്കാലം കുടുവിൻ്റെ കുഞ്ഞുങ്ങൾ അമ്മയോടൊപ്പമാണ് തീറ്റി തേടുവാൻ ഇറങ്ങുക. അതിനുശേഷം സ്വയം പര്യാപ്തരാകുന്നു. സ്ഥിരമായി ഒരു പ്രദേശത്ത് തന്നെ താമസിക്കുന്ന പ്രകൃതക്കാരാണ് കുഡു. കഴിവതും തുറസായ സ്ഥലങ്ങളിൽ നിന്ന് പുല്ലും മറ്റും തിന്നാതെ മാംസഭോജികളിൽ നിന്ന് രക്ഷ നേടുന്നതിനായി ചെടികൾക്കും മരങ്ങൾക്കും മറഞ്ഞു നിന്ന് സസ്യങ്ങളും മറ്റും തിന്നാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഗെയിം മീറ്റായി കരുതപ്പെടുന്ന കുടുവിൻ്റെ മാംസത്തിനുള്ള ഡിമാൻഡും ഇവയുടെ ആവാസ വ്യവസ്ഥയ്ക്കുണ്ടാകുന്ന ശോഷണവും ഇവയുടെ എണ്ണം കുറഞ്ഞു വരുന്നതിന് കാരണമാകുന്നു. സൗത്ത് ആഫ്രിക്കയിൽ ഇതുപോലുള്ള നാഷണൽ പാർക്കുകളിലും പ്രൈവറ്റ് ഗെയിം റിസർവുകളിലും കുടുവിനെ വളർത്തുന്നുണ്ട്. 2015 സൗത്ത് ആഫ്രിക്കയിലെ ഒരു പ്രൈവറ്റ് ഗെയിം റിസർവിൽ നടന്ന ലേലത്തിൽ ഹെർക്കുലീസ് എന്ന പേരുള്ള ഒരു ആൺകുടുവിന് ലഭിച്ച ലേലത്തുക എന്ന് പറയുന്നത് 9.4 മില്യൺ സൗത്ത് ആഫ്രിക്കൻ റാൻഡാണ്. അതായത് ഏകദേശം 5 കോടി ഇന്ത്യൻ രൂപ. കുടുവിനെ കണ്ടിട്ടുള്ളവരും കൂടുതൽ വിവരങ്ങൾ അറിയുന്നവരും കമൻറ്റ് ചെയ്യുക. വീഡിയോ കണ്ട ഏവർക്കും നന്ദി, നമസ്കാരം.